സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സുഭദ്ര യോജനയുടെ ഭാഗമായി മൂന്നാം ഘട്ടത്തിന്റെ ആദ്യ ഗഡു അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അക്കൗണ്ടിൽ പണം വന്നതോടെ ഗുണഭോക്താക്കളായ സ്ത്രീകളെല്ലാം അതീവ സന്തോഷത്തിലാണ്. 20 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇത്തവണ പണം എത്തുന്നത്. മുഖ്യമന്ത്രി മോഹൻ മാജിയാണ് സുന്ദർഗഡിൽ നിന്നും തുക വിതരണം ചെയ്തത്. ഉപമുഖ്യമന്ത്രി പ്രവതി പരിവ്ദയ്ക്കൊപ്പം സംസ്ഥാന സർക്കാരിലെ നിരവധി മന്ത്രിമാരും സെക്രട്ടറിമാരും പരിപാടിയിൽ പങ്കെടുത്തു. സുഭദ്ര യോജനയുടെ ഗുണഭോക്താക്കളായ 20 ലക്ഷം സ്ത്രീകൾക്കാണ് 5000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. ഈ ഗുണഭോക്താക്കളിൽ നേരത്തെ നിരസിക്കപ്പെട്ട 25% ഗുണഭോക്താക്കളും ഉൾപ്പെടുന്നു. 1.16 കോടി സ്ത്രീകൾ സുഭദ്ര യോജനയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുഭദ്ര യോജനയ്ക്ക് തുടക്കം കുറിച്ചത്. ജന്മദിനത്തോടനുബന്ധിച്ച് ഒഡീഷ സന്ദർശനത്തിനിടെ ഭുവനേശ്വറിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഭദ്ര യോജന ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് പ്രതിവർഷം 5000 മുതൽ 5000 ഗഡുകളായി നൽകുന്നു. ആദ്യഘട്ടത്തിൽ 25 ലക്ഷം ഗുണഭോക്താക്കൾക്ക് സുഭദ്ര യോജനയിലൂടെ തുക നൽകി. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമായും 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ലഭിക്കും. ഈ പദ്ധതി ഒഡീഷയിലെ സ്ത്രീകൾക്ക് മാത്രമാണുള്ളത്. കുടുംബ വരുമാനം 2.50 ലക്ഷം രൂപയിൽ കവിയാത്ത സ്ത്രീകൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കൂ. സുഭദ്ര യോജന പ്രകാരം ലഭിക്കുന്ന തുക വനിതാ ദിനം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്.